തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ബി.ജെ.പി. നേതാക്കളും രാഹുൽ ഗാന്ധിയും ഒരേ സ്വരത്തിലാണ് ആക്രമിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന് മറുപടി പറയുന്നത് സ്വാഭാവികമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാർലമെന്ററി സാന്നിധ്യം എത്രയായാലും ഇവിടെ രാജ്യത്ത് ബി.ജെ.പിയും സംഘപരിവാർ ശക്തികളും മുഖ്യ ശത്രുവായി കാണുന്നത് ഇടതുപക്ഷത്തെയാണ് എന്നത് മറക്കേണ്ട. രാജ്യത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അത്യന്തം വിവേചനപരമായ ഇടപെടൽ നാം പൊതുവെ കണ്ടതാണ്. ഇടതുപക്ഷം ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിച്ച നിലയെന്താ? ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ED നീക്കങ്ങൾ നടത്തിയപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുന്നതിൽ ഇടതുപക്ഷവും ഉണ്ടായിരുന്നു. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും കേന്ദ്ര ഭരണകക്ഷിയുടെ പ്രതികാരദാഹത്തിനിരയായി ജയിലിലടക്കപ്പെട്ടു. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് അതിനെതിരെ പ്രതികരിച്ചത്. സർ, പക്ഷേ നിർഭാഗ്യകരമായ ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ടായത് ഓർക്കേണ്ടതല്ലേ? കേരളത്തിൽ ഞങ്ങൾക്കെതിരെ ആക്രമണങ്ങളും വ്യാജ നിർമ്മിതികളും ഉണ്ടാകുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം എവിടെയാണ് നിന്നത്?